നിയമസഭാ കയ്യാങ്കളി കേസ് നമുക്ക് കേരളത്തിലുള്ള മലയാളികൾക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അസംബ്ലിയിലെ അഴിഞ്ഞാടുന്നത് നമ്മൾ കണ്ടു, പ്രത്യേകിച്ച് ഇടതുപക്ഷ MLA-മാർ. അവിടെ നടന്ന സംഭവം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അവിടെ അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച KM മാണിയുടെ കാലഘട്ടത്തിലുമാണ് ഈ സംഭവം ഉണ്ടായത്. ഇടതുപക്ഷം അന്ന് അസംബ്ലിയിൽ അഴിഞ്ഞാടുന്നത് നമ്മൾ കണ്ടു. മടക്കി കുത്തി മേശപ്പുറത്ത് കയറി നിന്ന് അവിടെ കിടന്ന് ആടുന്ന ശിവൻകുട്ടി MLA നമ്മൾ കണ്ടു. ആ MLA-മാരെല്ലാം അസംബ്ലിയിലെ സ്പീക്കറുടെ സ്പീക്കറിൻ്റെ ഡയസിൽ കയറി അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ എക്യുപ്മെൻറ്റുകൾ അടിച്ച് ഉടയ്ക്കുന്നതും അത് വലിച്ചെറിയുന്നതും അവിടെയൊക്കെ മടക്കി കുത്തി തന്നെയാണ് ഈ MLA-മാർ നിന്നത്. അത് തന്നെയല്ല, അവിടെ ഉണ്ടായിരുന്ന സ്പീക്കറുടെ കസേര മറിച്ചിട്ട്, അത് കേരള നിയമസഭയോടുള്ള അനാദരവാണ്, മറിച്ചിട്ടിട്ട് ആ കസേര ആ സ്പീക്കറുടെ ഡയസിൽ നിന്ന് പുറത്തേക്ക് തള്ളി. ഇത് MLA-മാരാണ്, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന MLA-മാരാണ് ഇത് ചെയ്തത്. അവരെ തെരഞ്ഞെടുത്ത് അയച്ച അതേ സ്ഥലത്താണ് ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. എന്ത് വിലയാണ് ഈ MLA-മാർ ഒരു അസംബ്ലിക്ക് കൊടുക്കുന്നത്, സ്പീക്കർക്ക് കൊടുക്കുന്നത്? റോഡിൽ കിടന്ന് കാണിക്കുന്ന പോലെ അവിടെയും കിടന്ന് കാണിച്ചു. പരിപാവനമായ അസംബ്ലിയുടെ ആ സ്പീക്കറുടെ മേശപ്പുറത്തും MLA-മാരുടെ മേശപ്പുറത്തും ഒക്കെ കീറി ചാടി മറിയുന്നതും, അവിടെയുള്ള ചില MLA സ്ത്രീകൾ അവരും പുരുഷന്മാരോടൊപ്പം പങ്കുചേർന്ന് അവരെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ വരുത്താൻ വേണ്ടി ചില നീക്കങ്ങൾ അവരും നടത്തി. അതിനോടനുബന്ധിച്ച് സ്ത്രീകളെ ആൾക്കാരോട് അപമര്യാദയായി പെരുമാറിയെന്നും അവരെ അവഹേളിച്ചുമെന്നുള്ള 3-4 കേസുകളിലൂടെ എടുത്തു. അന്ന് ശിവദാസൻ നായർ MLA അവിടെ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് തള്ളി വന്ന സ്ത്രീകളെ തടഞ്ഞു നിർത്തുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിക്ക് അന്ന് പരിക്കേറ്റേനെ, സ്ത്രീകളുടെ ആ ഉപദ്രവത്തിൽ നിന്ന് പരിക്കേറ്റേനെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കസേരയെ കുനിഞ്ഞിരിക്കുന്നതും അദ്ദേഹം ഭയപ്പെട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറേ സ്ത്രീകൾ വന്നുകൂടി ഇനി അദ്ദേഹം പീഡിപ്പിച്ചെന്നുള്ള ആരോപണം വരുമോ? ഇത് മനസ്സിലാക്കിയ ശിവദാസൻ നായർ MLA മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ തീർത്തു. അങ്ങോട്ട് ഇടിച്ചു കയറി വരുന്ന ഒരു MLA സ്ത്രീയെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. ശിവദാസൻ നായർ MLA-ക്കും ഡൊമിനിക് പ്രസൻറ്റേഷൻ MLA-ക്കും MA വാഹിദ് MLA-ക്കും AT ജോർജ് MLA-ക്കും എതിരായി ആ സ്ത്രീകൾ MLA-മാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. 5 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 4 കേരള ഹൈക്കോടതി ആ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവണം. ആ കേസുകൾ ഫോൾസ് കേസാണെന്ന് കണ്ടെത്തി. അത് കേസുകളെ ഫർദർ ആക്ഷൻ ഡ്രോപ്പ് ചെയ്തു. ആ കേസുകൾ റെഫർ ചെയ്യാനായിട്ട് അനുവാദവും കൊടുത്തു. പിന്നീട് നമുക്ക് ഒരു കേസ് മിച്ചമുണ്ട്. അത് മേശപ്പുറത്തും ഡയസിലും അത് ശിവൻകുട്ടി MLA അഴിഞ്ഞാടുന്ന രംഗമാണ്. അത് കേരളത്തിലെ ജനങ്ങളാരും മറക്കില്ല. വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിട്ടുക ഇവരെ അസംബ്ലി കിടന്ന് കാട്ടിക്കൂട്ടിയ ആ കോപ്രായങ്ങൾ അത് ക്രിമിനൽ ആക്റ്റാണ്. അവിടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ പൈസ കൊടുത്ത് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അവിടുത്തെ കസേരകൾ, മേശകൾ, ഡയസ്, കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് ഇതെല്ലാം നശിപ്പിച്ചു. ഇതെല്ലാം ആ കേസ് നിലനിൽക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞു. അതിൻ്റെ കാരണം ആ കേസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പൊതുമുതൽ നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലിനെ നിഷ്കരണം കൈകാര്യം ചെയ്യുന്നില്ല. അതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. കാരണം സ്പീക്കറുടെ പ്രൊട്ടക്ഷനുള്ള സ്ഥലം. പോലീസ് അവിടെ കയറി ഇവരെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിന് അനുവാദമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രം ചെയ്തില്ല എന്നുള്ളൂ. അസംബ്ലിക്ക് വെളിയിൽ ഇതുപോലെയുള്ള അഴിഞ്ഞാട്ടങ്ങളൊന്നും പോലീസ് അംഗീകരിക്കത്തില്ല. ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും അങ്ങനെയുള്ള
അഴിഞ്ഞാട്ടങ്ങളൊന്നും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വകവെച്ച് കൊടുക്കില്ല, അതിന് അനുവാദവും കൊടുക്കില്ല, അത് പ്രിവെൻറ്റ് ചെയ്യും. ഇവിടെ പോലീസുണ്ട്, അസംബ്ലിയിൽ സ്പെഷ്യൽ ആംഡ് പോലീസിലുള്ള SAPയിലുള്ള രാഷ്ട്രീയക്കാരെ പാർശ്വവർത്തികളായ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് അസംബ്ലിയിൽ. സ്പീക്കർ പറയുന്ന പോലെയൊക്കെ കേൾക്കാനേ പറ്റുള്ളവർക്ക്. അപ്പോൾ അവരെ ഒരു തടസ്സം ഇതിന് നിന്നില്ല. ഭരണകക്ഷി MLAമാരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിനകത്ത് ഇനി സാക്ഷിയൊന്നും വേണ്ടല്ലോ, അത് മുഴുവൻ CCTV ദൃശ്യത്തിൽ അല്ലെങ്കിൽ മുഴുവൻ ദൃശ്യത്തിൽ, അസംബ്ലി ഷൂട്ട് ചെയ്ത ദൃശ്യത്തിൽ നമുക്ക് ലഭിക്കും. നമ്മൾ കണ്ടു. അതെല്ലാം കേസിൻ്റെ എവിഡൻസിലേക്ക് പ്രിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അസംബ്ലിയിലെ മുഴുവൻ രംഗങ്ങളും സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ലഭിക്കുക. ഇനി മനഃപൂർവ്വം ഭരണകക്ഷി സ്വാധീനം ഉപയോഗിച്ച് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ദൃശ്യങ്ങൾ കേരളത്തിലെ എല്ലാ വീടുകളിൽ നിന്നുണ്ട്. അതുകൊണ്ട് ആ എവിഡൻസ് നശിപ്പിക്കാൻ പറ്റില്ല. അത് ദൃശ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിന് സാക്ഷി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അതിക്രമം കാണിച്ച ഈ MLAമാരെ അവരെ ശിക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ കേസ് അടുത്ത മാസം 16/9/2026 ആ ഒരു കേസ് ഇവിടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും വിചാരണ ഇനി തുടങ്ങാൻ താമസമൊന്നുമില്ല. ഹൈക്കോടതി നിർദ്ദേശമുള്ളത് കൊണ്ട് അതിൻ്റെ വിചാരണ എത്രയും പെട്ടെന്ന് നടന്ന് ഈ കുറ്റക്കാരായ MLAമാരെ ശിക്ഷിക്കുന്നത് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.